ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to π/4 tan x dx എങ്ങനെ ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ 0 to π/4 tan x dx. tan എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ സ്റ്റാൻഡേർഡ് റിസൾട്ട്. tan എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാ ലോഗ് സീക്ക് എക്സ് ആണ്. ടാനിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ് ആണ്. പ്ലസ് സി ഒന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. 0 to π/4. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സിന് പകരം π/4 കൊടുക്കണം. ദാറ്റ് ഈസ് ലോഗ് സീക്ക് π/4 മൈനസ്. ഇനി നമ്മൾ എക്സിന് പകരം 0 കൊടുക്കും. ലോഗരിതം ഓഫ് സീക്ക് 0. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ലോഗ് സീക്ക് 45 ഡിഗ്രി എന്താണ്? സീക്ക് 45 ഡിഗ്രി. അതറിയില്ലെങ്കിൽ അവിടെ സൈഡിലായിട്ടൊന്ന് എഴുതി നോക്കാം. സീക്ക് π/4 അറിയില്ലെങ്കിൽ സീക്ക് π/4 എന്ന് പറഞ്ഞാലേ 1/cos π/4 ആയിരിക്കുമല്ലോ. സീക്ക് തീറ്റ ഈക്വൽ ടു 1/cos തീറ്റ. അപ്പോൾ ഇത് 1/cos π/4 1/√2 ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ 1/1/√2 √2. ക്ലിയർ ആയല്ലോ? അപ്പോൾ റഫ് കാൽക്കുലേഷൻ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. അപ്പോൾ സീക്ക് π/4 √2 ആണ്. ഇപ്പോൾ ലോഗ് √2 മൈനസ് ലോഗ് സീക്ക് 0. സീക്ക് 0 എന്ന് പറഞ്ഞാൽ 1/cos 0 ആണ് അല്ലേ? ശരിയല്ലേ? cos 0 1 ആണല്ലോ. 1/1 1 കിട്ടും. അത് നമ്മൾ റഫായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കാം. അപ്പോൾ സീക്ക് 0 1 ആണ്. ഇതിപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിലാണ് വന്നിരിക്കുന്നത്. ലോഗ് എ മൈനസ് ലോഗ് ബി എപ്പോൾ വന്നാലും ലോഗ് a/b എന്ന് എഴുതണം. നമ്മളത് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലോഗ് എ മൈനസ് ലോഗ് ബിനെ ലോഗ് a/b എന്നാണ് എഴുതുന്നത്. അപ്പോൾ ലോഗ് √2/1 ഓർ ലോഗ് √2 ആണ് ഇതിൻ്റെ ആൻസർ.